ഹവ് യു ഓൾ. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഡാർക്ക് സർക്കിൾസിന്റെ റെമഡീസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിന്റെ പല സ്റ്റേജിലായിട്ട് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ. ചില സമയത്തെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും ഇതൊന്ന് ശരിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള 2-3 റെമഡീസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. റെമഡീസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുന്നതിനുള്ള റീസണും കൂടെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ റെമഡി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. വെയിറ്റ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിൽ സൂക്ഷിക്കണേ. നമ്മൾ ഏതൊരു റെമഡി അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഡേ 1-ലോ ഡേ 2-ലോ ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 to 3 വീക്സ് എങ്കിലും മിനിമം നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഒരു ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഡാർക്ക് സർക്കിൾസിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ മെയിൻ ആയിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമുക്ക് മതിയായ രീതിയിൽ ഉറക്കം കിട്ടാതിരിക്കുക, പിന്നെ ഒരുപാട് സമയം ഫോണിൽ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മളെ ഐസൊക്കെ വന്നിട്ട് നന്നായിട്ട് സ്ട്രെസ്ഡ് ആവുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡാർക്ക് സർക്കിൾസിന്റെ കാരണമാണ്. പിന്നെ ഒരു പ്രധാന പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന സംഭവങ്ങൾക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റായി ഡാർക്ക് സർക്കിൾസ് കൂടാൻ അതും ഒരു റീസണാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയുള്ള ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം പതുക്കെ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്ര പൊടി വേറൊരു കുഞ്ഞു പാത്രത്തിലെടുത്തിട്ട് അതിലോട്ട് നമുക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റോസ്റ്റ് ചെയ്തെടുത്ത മഞ്ഞൾപ്പൊടിയിലോട്ട് കുറച്ച് പാലും പിന്നെ ഇത്തിരി തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് ഒരു നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലോട്ട് 1.5 ടീസ്പൂൺ ഹണിയും 2 ടീസ്പൂൺ പാലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് തേനും പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഒരുപാട് കൂടി പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒന്നായിട്ട് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. മുഖം ഒന്ന് വൃത്തിയായി കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാക്ക് അപ്ലൈ ചെയ്യുമ്പം കണ്ണിനകത്തോട്ട് വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴുകി കളയാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്കിന്നിന് ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്ത് ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാനും ഡാർക്ക് മാർക്സ് ഒക്കെ ഫേഡ് ചെയ്യിപ്പിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒറ്റ യൂസിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല. മിനിമം ഒരു 4 വീക്സ് എങ്കിലും യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടൂ. പിന്നെ എനിക്ക് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റെമഡിയാണ് അലോവേരയും വെളിച്ചെണ്ണയും കൂടെ ചേർന്നിട്ടുള്ളത്. ഈ ഒരു അലോവേരയുടെ ജെല്ല് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അലോവേരയുടെ ഈ ജെല്ലും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന പോലെ ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഈ ഒരു മിക്സ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അലോവേര സ്കിന്നിന് ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും അണ്ടർ ഐസിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി പറയുന്ന റെമഡി ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് കൂടുതൽ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. ഉറങ്ങാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒലീവ് ഓയിൽ വെച്ച് കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് രാവിലെ ഉറങ്ങിയതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ആ റെമഡീസ്. നിങ്ങളിൽ പലരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ഫോർ നൗ. താങ്ക്സ് ഫോർ വാച്ചിങ്.